നമ്മളൊരു സാധാരണ ശരീരമാണ്. മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ശരീരത്തിനൊരു ബഹുമാനവും ലഭിക്കില്ല. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി വലഹമുൽ ലിദീദാനിൻ വഅളമുൽ ലിതുർബതി വമാലുൽ ലിവറാസിൻ വറൂഹുൽ ലിഖാബിലി വഅമലുൽ ലിമദ്ലൂമീന ഫഅലം ബിഖലതിഹി. ഒരു സാധാരണ ആള് മരിച്ചാൽ മഹത്വങ്ങളൊന്നുമില്ല. മുക്കല്ലഫായതിനു ശേഷവും നിസ്കാരത്തിന്റെ ഒരു ബദ്ധശ്രദ്ധ വന്നിട്ടില്ല. ഇപ്പോഴും അവൻ കളിയിലാണ്, ഇപ്പോഴും അവൻ സുഖസുഷുപ്തിയിലാണ്. അവന് തോന്നുന്നു എന്റെ വീട് എന്നും എനിക്കുണ്ടാകും, എന്റെ സുഖങ്ങൾ എന്നും എനിക്കുണ്ടാകും, എന്നും എനിക്ക് ഈ സമ്പത്തുണ്ടാകും, എന്നും എനിക്ക് ഈ ആരോഗ്യമുണ്ടാകും, എന്നും എനിക്ക് ഈ ആയുസ്സുണ്ടാകും. ഇല്ല കേട്ടോ. വലിയ സൗകര്യങ്ങളുള്ള വിമാനത്തിൽ കോപ്റ്ററിൽ സഞ്ചരിച്ച ഇറാന്റെ പ്രസിഡന്റും ഖളാ എത്തിയപ്പോൾ മരിച്ചു വീണിട്ടുണ്ട്. സഹോദരങ്ങളെ, തടുക്കാൻ ഒരു നിയന്ത്രണവുമില്ല. തടുക്കാൻ പറ്റുന്നൊരു ശക്തിയും ലോകത്ത് കണ്ടെടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ തീരുമാനം വരുമ്പോ ഞാനും നിങ്ങളും അനുസരിച്ചു കൊടുക്കേണ്ടവരാണ്. പക്ഷേ പോയി കിടക്കുന്ന ബോഡിക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ അഞ്ചായി നമ്മുടേത് വീതം വെക്കുകയാണ്. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി. ഒരു സാധാരണ വ്യക്തിത്വം മരിക്കുമ്പോ ആ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട 5 എണ്ണം 5 ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുകയാണ്. വലഹമുൽ ലിദീദാനിൻ വഅളമുൽ ലിതുർബതി. നല്ല കൊഴുകൊടുപ്പോടെ, നല്ല കുശുകുശുപ്പോടെ നീ മിനുക്കിയ നിന്റെ ചൊരിയുണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ ഇറച്ചിയുണ്ടല്ലോ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്ക് ഒരാഴ്ച ഗുളിക കുടിച്ച് നീ അസുഖം മാറ്റിയില്ലേ? ഒരു ചെറിയ പെയിൻ വന്നപ്പോഴേക്ക് 2ഉം 3ഉം ഡോക്ടർമാരെ മാറി കാണിച്ച് വേദനയൊന്ന് മാറിക്കിട്ടാൻ ഏത് മരുന്നും നീ സ്വീകരിച്ചില്ലേ? അങ്ങനെ നല്ല കപ്പാസിറ്റിയോടെ കൊണ്ട് നടക്കുന്ന നിന്റെ ഈ ശരീരം, അതിന്റെ ബോഡിയുടെ മാംസം അത് പുഴുക്കൾക്കുള്ളതാണ്. വലഹമുൽ ലിദീദാനിൻ. മാംസം പുഴുക്കൾക്കുള്ളതാണ്. പുഴുക്കൾ തിന്ന ശരീരം പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് പുറത്തെടുത്തപ്പോ പല ഭാഗങ്ങളും കാണാതെയായി പോയില്ലേ?